ഹായ്, അപ്പോൾ നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ ജ്വല്ലറി മേക്കിംഗ് ക്ലാസ്സിൻ്റെ ഡേ 2 ആണ് ഇന്ന്. അപ്പോൾ ക്ലാസ്സിലേക്ക് വേണ്ട സാധനങ്ങൾ വയർ ബോ, ജംഗ് റിങ്സ്, ഐപ്പിന്ന്, പേള്, മിക്സഡ് ബീഡ്, കമൽ ഹുക്ക്, ലോക്കറ്റ്, ഗിയർ ലോക്ക്, ഗിയർ വയർ ഇതാ. ഈ ഗിയർ വയറാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിനൊക്കെ എടുത്തിട്ടുള്ളത്. ഇതേപോലത്തെ ഗിയർ വയർ ഉണ്ട്. ഇതെല്ലാം എടുത്തിട്ടില്ല. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നോക്കട്ടോ. അതിൻ്റെ വലിപ്പം തന്നെ വ്യത്യാസമായിരിക്കും. പിന്നെ ഇതൊരു കമ്പിയാണ് വരുന്നത്. ഇത് അതുപോലെയല്ല, കമ്പി പോലെയല്ല. പിന്നെ ഇത് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്തൊക്കെ കുറേ നൂൽക്കമ്പി, ഇങ്ങനെ ചെറിയ നൂൽക്കമ്പി പിരിച്ച് വെച്ച പോലെയാണ് വരിക കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടാണ് ഉള്ളത്. ഇപ്പോൾ ഒരു പീസ് മാലക്ക് കണക്കായിട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ എത്രയാണോ മാലക്ക് അളവ് വേണ്ടത് അതിനേക്കാട്ടി ഒരു 5-6 ഇഞ്ച് അധികമാക്കിയിട്ട് എടുക്കുക കേട്ടോ. ഇനി അതിലോട്ടേക്ക് ലോക്കറ്റ് എടുത്തിട്ടുണ്ട്. ലോക്കറ്റ് ഇട്ട ശേഷം അതിലോട്ടേക്ക് 2 പേള് കോർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഈ ഭാഗത്ത് ആദ്യം ഒരു പേള് കോർത്ത ശേഷം അടുത്ത ഭാഗത്തും ഒരു പേള് കോർത്ത് കൊടുക്കാം. നിങ്ങൾക്കിപ്പം ഇതിപ്പം ഇൻഡിപെൻഡൻസ് ഡേൻ്റെ ആയതുകൊണ്ടാണ് ആ ഒരു തീം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള തീം ചെയ്യുക കേട്ടോ. ഇപ്പം ഇനിയിപ്പം ക്രിസ്മസിൻ്റെ ആണെങ്കിലും ഇനിയിപ്പം ഓണത്തിൻ്റെ ആണെങ്കിലും ആ ഒരു തീമിൽ നമ്മൾ കളർ ചേഞ്ച് കൊടുത്താൽ തന്നെ ആ തീമും മാറും. പിന്നെ നമ്മളിപ്പം ഇങ്ങനെ കാണാത്ത കഴുത്തിലിട്ടാലും ഇപ്പം നമ്മളിപ്പം ദൂരത്ത് നോക്കി നോക്കുമ്പോൾ ആ പേള് മാത്രം കാണുന്ന രീതിക്കുള്ള ഒരു മാലയാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം ഒരു ഭാഗത്ത് ഫുള്ള് വൈറ്റ് പേള് കൊടുത്ത് സെക്കൻഡ് ഭാഗത്ത് ഫുള്ള് നമ്മൾ 3 കളറിലുള്ള പേളും കൂടെ കൊടുത്തിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഇതിപ്പം നമ്മൾ കഴുത്തിൽ കാണാത്ത ഒരു മോഡൽ മാലയാണ് ചെയ്യുന്നത്. ഇതേപോലെ ഗിയർ ലോക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഗിയർ ലോക്ക് നമുക്ക് എവിടെയാണോ ഇനി വേണ്ടത് പേള് വേണ്ടത് അവിടെ ഗിയർ ലോക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഈ ഗിയർ ലോക്ക് ഇങ്ങനെ കൊടുക്കുന്നത് നമ്മളിപ്പം പേള് ഇങ്ങനെ വെക്കുന്ന സമയത്ത് അത് താഴോട്ടേക്കൊന്നും പോവാതിരിക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതേപോലെ ഒരുപോലെ ആക്കി എടുക്കുക ഫസ്റ്റ്. എന്നിട്ട് ഗിയർ ലോക്ക് എവിടെയാണോ വേണ്ടത് അവിടെ നമുക്ക് ഗിയർ ലോക്ക് കൊടുത്തിട്ട് ടൈറ്റ് ചെയ്തെടുക്കുക. നോസ് പ്ലേൻ്റെ ഒരു ഭാഗം ഗിയർ ലോക്കിൻ്റെ താഴെയും ഒരു ഭാഗം മുകളിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ അതവിടെ നിന്നോളും. ഇനി ഇതിലോട്ടേക്ക് പേള് കോർത്തെടുക്കാം. പേള് കോർത്തെടുക്കുന്ന ടൈമിൽ 3 കളറുള്ള പേള് ആണ് ഞാനിപ്പോൾ കോർത്തെടുക്കുന്നത്. നമ്മൾ ഈ ഒരു തീം ചെയ്യുന്നത് കൊണ്ടാണ്. നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഡ്രസ്സിന് മാച്ചായിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അത് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു വൈറ്റ് പേള് മാത്രം ഇട്ടിട്ട് അങ്ങനെ ചെയ്യുന്നെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനി അതുപോലെ തന്നെ നമ്മളിപ്പം ചെയ്ത പോലെ തന്നെ ഒരു ഗിയർ ലോക്കും കൂടെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഗിയർ ലോക്ക് കൊടുത്ത ശേഷം ഗിയർ ലോക്ക് ഇട്ട് കൊടുത്ത ശേഷം നമ്മളിപ്പം ചെയ്ത പോലെ തന്നെ ടൈറ്റാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ നൂല് കുറച്ചൊരു നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുഞ്ഞു നൂൽക്കമ്പികൾ കൂട്ടി വെച്ച പോലെയാണ്. അപ്പോൾ അത് കയ്യിലൊന്നും കൊണ്ട് കയറാതെ നോക്കണം. ഇപ്പം പോലെ ആണ് ഇതുണ്ടാവുക. നമ്മൾ കട്ട് ചെയ്ത സമയത്ത് പോലെ ഉണ്ടാവും. അപ്പോൾ കയ്യിലൊന്നും കൊള്ളാതെ നോക്കണം. ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. ഇതിലോട്ടേക്കൊന്ന് കോർത്തെടുത്ത് ഇനി ആ ഗിയർ ലോക്ക് നമ്മൾ ഈ പേളിൻ്റെ മുകളിലാക്കി വെച്ചിട്ട് അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണ് പേള് പോവാതെ അവിടെ തന്നെ നിന്നോളും. നമ്മൾ കഴുത്തിലിട്ട് ദൂരത്തു നിന്നൊക്കെ നോക്കുമ്പോൾ ഈ പേള് മാത്രം എടുത്ത് കാണിക്കുള്ളൂ. ഈ വയർ അങ്ങനെ കാണിക്കില്ല കേട്ടോ.
നമുക്ക് അതുപോലെ തന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്തും കൂടി ചെയ്തെടുക്കാം. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്തും കൂടി ചെയ്തെടുക്കാം. ഈ മാല ഇതാ ഇതുപോലെയാണ് നിൽക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ നേരെ നമ്മൾ ഈ പേപ്പറൊക്കെ മടക്കുന്ന പോലെ നേരെ നടുവശത്ത് അതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ കുറച്ച് ഒരു ഒതുങ്ങി നിന്നോളും. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുന്നു, പേൾ ഇട്ട് കൊടുക്കുന്നു, ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുന്നു. നേരത്തെ നമ്മൾ ചെയ്ത അതേ മെത്തേഡ് കേട്ടോ. അതുപോലെ തന്നെ ഇപ്പോൾ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ എൻഡ് ഭാഗത്ത് ഞാനിപ്പോൾ ഇത്രേ ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ പേളുകളൊക്കെ കൊടുക്കുക ഇടവിട്ട്. ഞാനിപ്പോൾ ഇത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇനിയിപ്പം എൻഡ് ഭാഗത്ത് ആദ്യം ഒരു ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുന്നു. ഗിയർ ലോക്ക് ആദ്യം ഇട്ട് കൊടുക്കുക. അതിൻ്റെ ശേഷം ജങ്ക് റിങ്സ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതേപോലെ ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ജങ്ക് റിങ്സ് ഇട്ട് കൊടുക്കാം. രണ്ട് ഭാഗത്തും നമുക്ക് അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്തെടുക്കേണ്ടത്. എൻഡ് ഭാഗം വരുന്ന സമയത്ത് നിങ്ങൾക്കിപ്പം നമ്മൾ ഈ ഒരു ഗിയർ ലോക്ക് ഇടുന്നതിൻ്റെ പകരം 2 ഗിയർ ലോക്ക് വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മളിപ്പം ആദ്യത്തെ ഗിയർ ലോക്ക് നമ്മളിപ്പം ചെയ്യുന്ന പോലെ ചെയ്ത് ബാക്കി ബാലൻസ് ഭാഗം താഴോട്ടേക്ക് വരും. അപ്പോൾ അത് ആ ഭാഗത്ത് വേണമെങ്കിൽ രണ്ടാമത്തെ ഗിയർ ലോക്ക് പ്രസ് ചെയ്ത് കൊടുക്കുക. അതാകുമ്പോൾ കഴുത്തിലോട്ടേക്കൊന്നും കൊള്ളൂല. ഇതിൻ്റെ എൻഡ് ഭാഗം കഴുത്തിലോട്ട് ഭാഗം താഴോട്ടേക്ക് വരും. അപ്പോൾ അത് ആ ഭാഗത്ത് വേണമെങ്കിൽ രണ്ടാമത്തെ ഗിയർ ലോക്ക് പ്രസ് ചെയ്ത് കൊടുക്കുക. അതാകുമ്പോൾ കഴുത്തിലോട്ടേക്കൊന്നും കൊള്ളൂല. ഇതിൻ്റെ എൻഡ് ഭാഗം കഴുത്തിലോട്ടേക്കൊന്നും കൊള്ളൂല. ഇതേപോലെ നമ്മൾ തിരിച്ച് ആ ഗിയർ ലോക്കിൻ്റെ ഉള്ളിലൂടെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഇനി വലിച്ചെടുക്കേണ്ടത് അതിൻ്റെ ഉള്ളിലൂടെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇനി വലിച്ചെടുക്കേണ്ടത് നമ്മൾ ഈ മാലൻ്റെ ലെയറാണ്. മാലൻ്റെ ലെയർ വലിച്ചെടുക്കുക. ഈ ലെയറില്ലേ ആ ലെയർ വലിച്ചെടുക്കുക. നമ്മൾ ആ പേളൊക്കെ കോർത്ത ആ ലെയറില്ലേ അത് ഈ ഗിയർ ലോക്ക് ടൈറ്റാക്കി പിടിച്ച ശേഷം ഈ ലെയർ നമ്മൾ വലിച്ചെടുക്കുക. ഇത് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും നന്നായിട്ട് വലിച്ചെടുക്കാം. നന്നായിട്ട് വലിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ചെറിയ ഹോളൊന്നും വരില്ല. നന്നായിട്ട് വേണമെങ്കിൽ നന്നായിട്ട് വലിച്ചെടുക്കുക. അല്ല ഈ ചെറിയ ഹോള് ഇട്ടിട്ടാണ് ചെയ്യുന്നെങ്കിൽ അങ്ങനെയും കുഴപ്പമില്ല കേട്ടോ. ഇനി നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള ഒരു മോഡൽ പഠിച്ചാൽ തന്നെ മതി. നമുക്ക് ഒരുപാട് മോഡൽ ചെയ്യാൻ ഐഡിയാസ് ഉള്ളവരാണെങ്കിൽ ഇതനുസരിച്ച് വ്യത്യസ്തമാക്കിയിട്ട് ഈ ഒരു തീമിൽ തന്നെ നമുക്ക് വ്യത്യസ്തമാക്കിയിട്ട് ചെയ്യാൻ പറ്റും. ഇനി നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഒന്നും കൂടെ ഗിയർ ലോക്ക് ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പം അത് ഈ ഭാഗത്ത് കൊണ്ടുവന്നിട്ട് ഈ എൻഡ് ഭാഗത്ത് കൊണ്ടുവന്നിട്ട് നമുക്ക് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതങ്ങനെ കൊള്ളുന്ന പോലെ നിൽക്കില്ല. ഇനിയിപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗം കൂടെ എൻഡ് ഭാഗം ചെയ്ത് കൊടുക്കാം. എസ് കൊളുത്തി ഇട്ട് കൊടുക്കാം. നമ്മളെ മാലയായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ മാല നമ്മൾ ഈ നൂലിലൊക്കെ കോർക്കുന്ന പോലെ നിൽക്കില്ല. ഇതൊരു വയറ് നേരെ നിൽക്കില്ല. നമ്മൾ കഴുത്തിൽ ഇട്ടാൽ മാത്രമായിരിക്കും അത് നിൽക്കുക. കുളത്തിന് കൊടുക്കുമ്പോൾ മാത്രമാണ് അത് റൗണ്ടിൽ നിൽക്കുക. എന്നാലും കുളത്തിന് നമ്മളിപ്പോൾ കഴുത്തിലിട്ടാലും ഇതിൻ്റെ ഒരു സ്ട്രക്ചർ വേറെ തന്നെ വരും. നമ്മൾ ഈ നൂല് പോലെയൊന്നും അല്ല വരാം. ഇനി ഈ എൻഡ് ഭാഗത്തും കൂടെ നമ്മളിപ്പം ചെയ്ത് അതേപോലെ തന്നെ കൊടുക്കാം. ഇതിപ്പോൾ 2 ഭാഗത്തും നമ്മൾ ജങ്ക് റിങ്സ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ ഇങ്ങനെ കൊടുത്തതിൻ്റെ പകരം ഒരു ഭാഗത്ത് ഫുള്ള് വൈറ്റ് പേളും ഒരു ഭാഗത്ത് ഫുള്ള് ഈ കളർ പേളും കോർത്തെടുക്കുന്നെങ്കിൽ അങ്ങനെയും എടുക്കാം. ഇനി എസ് കുളത്ത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എസ് കുളത്തിൻ്റെ പകരം വേണമെങ്കിൽ ചെയിൻ ഹുക്കോ ബാക്ക് ത്രെഡോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഇതിന് മാച്ചായിട്ടുള്ള ഒരു കമ്മലും ഹെയർ ബാൻഡും ചെയ്തെടുക്കാം. ഇതെങ്ങനെ വന്നാലും ഇതാ ഞാൻ കാണിച്ചിട്ടില്ല, ഇതേപോലെ നിൽക്കുള്ളൂ. ഇനി അതിന് വേണ്ടിയിട്ട് 3 ഐപ്പിൻ എടുത്തിട്ടുണ്ട്.
ഐ പിന്നിലോട്ടേക്ക് ആദ്യം പേള് കോർത്തെടുക്കുക. പേള് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കോർത്തെടുക്കാം. ഇതേപോലെ പേള് കോർത്തെടുക്കുക. ഇതിപ്പോൾ ഞാൻ ഒരു ഭാഗത്ത് മാത്രമേ പേള് കോർത്തെടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ 3 ഭാഗത്തും പേള് കോർത്തെടുക്കുക. ഞാനിപ്പോൾ ആ മാലയായിട്ട് ചെറുതായിട്ട് മാച്ചായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ഭാഗത്ത് മാത്രമായിട്ടാണ് പേള് കോർത്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളിപ്പോൾ ഈ കമ്മലിന് കൊടുക്കുന്ന ഈ ഇതില്ലേ, ഇതൊരു ലോക്കറ്റ് ആക്കിയിട്ട് വേണമെങ്കിൽ നമ്മൾ ആ മാലക്ക് നമ്മൾ ഇട്ട ലോക്കറ്റിൻ്റെ പകരം ഇത് വേണമെങ്കിൽ ഇതും യൂസ് ചെയ്യാൻ പറ്റും. എനിക്ക് ഒന്നും കൂടെ നല്ല കറക്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ലോക്കറ്റ് അതിന് യൂസ് ചെയ്യുമ്പോഴാണ്. നമ്മൾ റെഡിമെയ്ഡായിട്ടുള്ള ലോക്കറ്റിനെക്കാട്ടി അതിൻ്റെ ആ ഒരു മോഡൽ തന്നെ ലോക്കറ്റ് ചെയ്തെടുത്ത് അതിന് ഉപയോഗിക്കുമ്പോൾ കുറച്ചും കൂടെ കാണാൻ കുറച്ചും കൂടെ ഭംഗിയോടും. ഇനി ഇതേപോലെ നമ്മൾ ചെയ്തെടുത്തതിന് ശേഷം ഐപ്പിന്നിട്ട് കൊടുക്കുക. ഒന്ന് വളച്ചു കൊടുക്കുക. അതൊന്ന് നോസ് പ്ലെയർ വെച്ചിട്ടൊന്ന് വളച്ചു കൊടുക്കുക. വളച്ചു കൊടുക്കുമ്പോൾ എൻഡ് ഭാഗം വെച്ചിട്ട് വളച്ചു കൊടുക്കുക. എൻഡ് ഭാഗം വെച്ചിട്ട് വളച്ചു കൊടുക്കുകയാണെങ്കിൽ അത് കുറേ വലിയതായിട്ട് വരില്ല. ചെറിയൊരു നമ്മളിപ്പോൾ ഐപ്പിന്നിലുള്ള അതേ ഹോളായിട്ട് തന്നെ കിട്ടും. ഇതേപോലെ ചെയ്തെടുത്ത ശേഷം നമ്മൾ ഇതൊരു കോണാക്കിയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനോട്ടേക്ക് ഒരു ഐപ്പിന്നും കൂടെ ഇട്ട് കൊടുക്കുക. ഒരു ഐപ്പിന്നും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കറക്റ്റാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഐപ്പിന്ന് നമ്മൾ ഫസ്റ്റ് വെച്ച ആ ഐപ്പിന്നിലോട്ടേക്ക് ജോയിൻ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഈ ഐപ്പിന്ന് ഇടുന്ന സമയത്ത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പം നമ്മൾ ആദ്യം എടുത്ത ആ ഐപ്പിന്നിലോട്ടേക്ക് ഇതിൻ്റെ എൻഡ് ഭാഗം ഇടുന്നു. നമ്മൾ നോസ് പ്ലെയർ വെച്ചിട്ട് വളച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നു. അത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ. അതിൻ്റെ ശേഷം അതിലോട്ടേക്ക് കമ്മൽ ഹുക്ക് ഇട്ട് കൊടുക്കുന്നു. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് കമ്മൽ ഹുക്കും കൂടി ഇട്ട് കൊടുക്കാം. കമ്മൽ ഹുക്ക് ഇതേപോലെ ഗോൾഡ് കളറാണെങ്കിൽ ഗോൾഡ് കളർ യൂസ് ചെയ്യുക, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇനിയിപ്പോൾ നമ്മളിത് സിൽവറല്ലേ ചെയ്തത്, സിൽവർ തന്നെ വേണമെന്നാണെങ്കിൽ ആ ഐപ്പിന്നെ ഒന്ന് വളച്ചെടുത്താൽ മതി. അപ്പോൾ സിൽവർ കളർ നമ്മളോട്ടേക്ക് കമ്മൽ ഹുക്ക് ഇട്ട് കൊടുക്കുന്നു. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് കമ്മൽ ഹുക്കും കൂടി ഇട്ട് കൊടുക്കാം. കമ്മൽ ഹുക്ക് ഇതേപോലെ ഗോൾഡ് കളറാണെങ്കിൽ ഗോൾഡ് കളർ യൂസ് ചെയ്യുക, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇനിയിപ്പോൾ നമ്മളിത് സിൽവറല്ലേ ചെയ്തത്, സിൽവർ തന്നെ വേണമെന്നാണെങ്കിൽ ആ ഐപ്പിന്നെ ഒന്ന് വളച്ചെടുത്താൽ മതി. അപ്പോൾ സിൽവർ കളർ നമുക്ക് കമ്മൽ ഹുക്ക് കിട്ടും. ഇതുപോലെ കമ്മൽ ഹുക്കിൻ്റെ എൻഡ് ഭാഗം നമുക്കൊന്ന് അകത്തി കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ ഐപ്പിന്നിൻ്റെ ഹോളിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ട് ടൈറ്റ് ആക്കി കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ലോക്കറ്റ് ചെയ്യുവാണെങ്കിൽ മാലയിലോട്ടേക്ക് ഒന്നും കൂടി നല്ലതായിരിക്കും. നമ്മൾ മറ്റേ ലോക്കറ്റിനെക്കാട്ടി നല്ലത് കാണാൻ ഭംഗിയുണ്ടാവുക ഈ ലോക്കറ്റാണ്. അപ്പോൾ ഇത് മാലയായിട്ട് നല്ല മാച്ചായിട്ട് തന്നെ നിൽക്കും. ജസ്റ്റ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് കാണിച്ചു തരാം അതെങ്ങനെ നിൽക്കാമെന്നുള്ളത്. പിന്നെ ഇതാ
കമ്മൽ ഹുക്ക് ആക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് വളച്ചു കൊടുത്താൽ മതി. പിന്നെ അത്യാവശ്യം ഇങ്ങനെ ഒന്ന് വളച്ചു കൊടുത്താൽ നമുക്ക് കമ്മൽ ഹുക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഈ മാലക്ക് മറ്റേ ലോക്കറ്റ് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പേൾ വേണമെങ്കിൽ ഫുള്ളായിട്ട് ഒരു ഭാഗത്ത് ഈ 3 കളർ വരുന്നത്, ഒരു ഭാഗത്ത് ഈ കളർ വരുന്നതാക്കാം. അതുപോലെ തന്നെ ഇതേപോലെ നമ്മൾ പേൾ മാത്രം ഇങ്ങനെ ഇടവിട്ട് ചെയ്തെടുത്ത് പാദസരം കൊളുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പാദസരമായിട്ട് മാറും. പാദസരം നല്ല ഭംഗിയാണ് കേട്ടോ ഇങ്ങനെ ചെയ്തെടുത്താൽ. അതുപോലെ തന്നെ നമുക്കിനി വയർ ബോൾ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. വയർ ബോളിൽ സിമ്പിളാണ്, അധികം ആൾക്കാർക്കും അറിയുന്ന വർക്ക് തന്നെയായിരിക്കും. ജസ്റ്റ് പേൾ കോർത്തെടുക്കുക. അത് നമ്മുടെ ഐഡിയാസ് അനുസരിച്ച് ഇടവിട്ടോ അതെങ്ങനെയാണെങ്കിലും നമുക്ക് ജസ്റ്റ് ഒന്ന് പേൾ കോർത്തെടുക്കാം. എന്നിട്ട് എൻഡ് ടൈപ്പ് ഒട്ടിച്ചു കൊടുക്കുക. ഇത്ര മാത്രമേ വരുന്നുള്ളൂ. ഇതേപോലെ തന്നെ ഞാൻ ഈ പേൾ പകുതി കോർത്തെടുത്തിട്ട് ഫുള്ളായിട്ട് കാണിച്ചു തരാം. ഇതിപ്പോൾ ഇത്രയും കോർത്തെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് വൈറ്റ് പേൾ കോർത്തെടുക്കുകയാണ് വേണ്ടത്. നമുക്ക് വേണമെങ്കിൽ ഒരു ഭാഗത്തേക്ക് ഈ 3 കളർ പേളാക്കിയിട്ട് ഒരു ഭാഗത്തേക്ക് വൈറ്റ് പേളാക്കുന്നെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ല വൈറ്റ് പേളും ഇതും ഇടവിട്ട് കൊടുക്കുന്നെങ്കിൽ അങ്ങനെ ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇനി നമുക്ക് 2 സൈഡിലും കുറച്ച് വൈറ്റ് പേളും കൂടെ കോർത്തെടുത്തിട്ട് വരാം. 2 സൈഡിലും വൈറ്റ് പേൾ കോർത്തെടുക്കുക. എൻഡ് ടാപ്പ് ഒട്ടിക്കാനുള്ള സ്പേസ് വിട്ട് കൊടുക്കുക. അതിൻ്റെ മുമ്പ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കിപ്പം ക്ലാസ് കഴിഞ്ഞാലും പിന്നീട് ചെയ്യുമ്പം ഇതേപോലെയൊക്കെ ലോക്കറ്റ് ആക്കിയിട്ട് നമുക്ക് ഇതേപോലെ ചെയിനിലിട്ടിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഒരു ക്ലാസ് കാണുമ്പോൾ തന്നെ നമുക്കതിൽ കുറേ ഐഡിയാസ് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിട്ടില്ലേ. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ഈ കമ്മൽ ഹുക്ക് ഒഴിവാക്കി ഈ ചെയിനിലോട്ടേക്ക് ഇത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതൊരു മാലയായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. ഇതുപോലെ തന്നെ കമ്മലും അതിന് മാച്ചായിട്ട് ചെയ്തെടുക്കുകയേ വേണ്ടുള്ളൂ. ഇത് ചെയ്യുന്നത് ഞാൻ പ്രത്യേകം പറഞ്ഞു തരേണ്ടി വരില്ലായിരിക്കും, കാരണം നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ് ഇതിന് യൂസ് ചെയ്യാം. എന്നിട്ട് ജങ്ക്രിങ്സ് ഇട്ട് കൊടുക്കാം, എസ്കോളത്ത് ഇട്ട് കൊടുക്കുക. അങ്ങനെ തന്നെ ജങ്ക്രിങ്സ് ഇട്ടിട്ട് വേണമെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ ഐപ്പിന്നിൻ്റെ ഹോളിലേക്ക് തന്നെ ചെയിൻ ഇട്ട് കൊടുക്കുക, നമ്മൾ ഇന്നലെ ചെയ്ത പോലെ കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ആ ചെയ്ത് വെച്ച ഹെയർ ബോയിലോട്ടേക്ക് എൻഡ് ടാപ്പ് ഒട്ടിക്കുകയാണ് വേണ്ടത്. അതിന് വേണ്ടി ആദ്യം ഒരു ചെറിയ പീസ് നമ്മൾ എൻഡ് ടാപ്പ് എടുക്കാം. എന്നിട്ട് ഒരു ഭാഗത്തോട്ടേക്ക് ആദ്യം ഒട്ടിച്ചു കൊടുക്കാം. അതിൻ്റെ ഈ ബ്ലാക്ക് ഭാഗമാണ് കേട്ടോ ഒട്ടിക്കുക. ബ്ലാക്കിനായിരിക്കും പശ ഉണ്ടാവുക. ആദ്യമായിട്ടൊക്കെ യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ ചിലപ്പോൾ ഇത് എങ്ങനെയാണെന്ന് ഒരു കൺഫ്യൂഷൻ വരണ്ടല്ലോ. അപ്പോൾ ഈ ബ്ലാക്കിനാണ് പശ ഉണ്ടാവുക. ഈ ഭാഗമാണ് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. ഇതൊന്ന് റൗണ്ടിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. കറക്റ്റായിട്ടൊന്ന് റൗണ്ടിൽ ഒട്ടിച്ചു കൊടുക്കാം. പേളൊക്കെ കറക്റ്റാക്കി കൊടുക്കാം. ഇതേപോലെ പേളാക്കിയെടുത്ത ശേഷം നമ്മളതിൻ്റെ ഓപ്പോസിറ്റുള്ള ഭാഗത്ത് എത്രയാണ് ഉള്ളതെന്ന് നോക്കാം. എന്നിട്ട് ഒരു എൻഡ് ടൈപ്പിൻ്റെ ഗ്യാപ്പ് വിട്ടിട്ട് ബാക്കിയുള്ള ഭാഗത്തും കൂടെ ഒന്ന് പേള് കോർത്തെടുക്കാം. ആ എൻഡ് ടൈപ്പ് വെച്ച് നോക്കിയിട്ട് പേള് കോർത്തെടുത്താൽ തന്നെ അത് കറക്റ്റായിട്ട് കിട്ടും. നമുക്കിതേപോലെ രണ്ടാമത്തെ ഭാഗത്തും കൂടെ ഇതേപോലെ തന്നെ എൻഡ് ടൈപ്പ് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന് റൗണ്ടിലൊന്ന് ചുറ്റിയെടുക്കാം. എൻഡ് ടാപ്പ് ചുറ്റുമ്പോൾ അങ്ങനെ പേടിക്കാൻ ഇതാക്കാനൊന്നും ഇല്ല കേട്ടോ. കാരണം ഇതെങ്ങനെ ഇളകിപ്പോല, നമ്മളൊന്ന് പറിച്ചെടുക്കാൻ നോക്കിയാൽ പോലും അത്രയും ബുദ്ധിമുട്ടാണ്. ഇത് ഇളകി വരുകയില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത ആ മാല ഇതേപോലെ ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ 2 ഭാഗത്ത് കൊടുത്തിട്ട് വേണമെങ്കിൽ ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ ഈ ലോക്കറ്റ് ഊരിയെടുത്തിട്ട് ഈ ലോക്കറ്റ് ഇട്ട് കൊടുക്കുകയും ചെയ്യാം. ഈ ലോക്കറ്റ് ആയിരിക്കും കേട്ടോ ഒന്നും കൂടെ നല്ലത്. ഈ ലോക്കറ്റ് ആയിരിക്കും. ഇതുപോലെ ഉണ്ടാവും അങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ. അപ്പോൾ ഇതുപോലെയാണ് മാലേൻ്റെ ലുക്ക് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം.